Hi friends, welcome to the video. അപ്പോൾ എന്താണ് ഇന്ന് രണ്ട് RCCB ഒക്കെ ആയിട്ട് ഇറങ്ങിയേക്കണമെന്നായിരിക്കും നിങ്ങളുടെ ഡൗട്ട്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ സപ്ലൈ പോയി കഴിഞ്ഞാൽ ഇൻവെർട്ടറിൽ നിന്നും ഷോക്ക് അടിക്കാൻ സാധ്യതയില്ല എന്ന് ചോദിച്ചിട്ട് ഒരു കമന്റിന്റെ ഭാഗമായിട്ട് നമ്മളൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു, എങ്ങനെ സേഫ് ആയിട്ട് ഒരു ഇൻവെർട്ടർ വയറിംഗ് ചെയ്യാമെന്ന്. അപ്പോൾ ആ വീഡിയോയിലും ചെറിയ ചില പോരായ്മകളുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ അതിൽ കാണിച്ചു. കാരണം എന്താ വെച്ചാൽ മെയിൻ RCCB ട്രിപ്പ് ആയിരുന്നാൽ ഇൻവെർട്ടർ RCCB ട്രിപ്പ് ആകില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ചില ഇൻവെർട്ടറുകൾ സൈൻ വേവ് അല്ലാത്ത ഇൻവെർട്ടറുകളിൽ ആ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. കാരണം അല്ലാത്ത ഇൻവെർട്ടറിൽ ഫസ്റ്റ് RCCB മെയിൻ RCCB ട്രിപ്പ് ആയിരുന്നാലും രണ്ടാമത്തെ RCCB ഷോക്ക് ഏറ്റാൽ ട്രിപ്പ് ആവും. പിന്നെ ചില ഇൻവെർട്ടറിൽ അത് സംഭവിക്കുന്നില്ല, അത് മെയിൻ ന്യൂട്രലിൽ കട്ടായതുകൊണ്ടാണ്. അപ്പൊ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നാണ് നമ്മൾ പിന്നീട് ആലോചിച്ചത്. അതിന് കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ ഈ രണ്ട് കമന്റുകൾക്ക് അടിയിലായിട്ട് അദ്ദേഹം ഒരു പറഞ്ഞു, മച്ചാനെ എന്ത് കാരണം കൊണ്ടാണേലും തല പുകച്ചാണേലും അതൊന്ന് കണ്ടുപിടിക്കണം, ഒരു കുറ്റമറ്റ രീതിയിലുള്ള ഇൻവെർട്ടർ വയറിംഗ് സെറ്റ് ആക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ഇൻവെർട്ടറിലും ചെയ്യാൻ പറ്റിയ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാ രീതിയിലും നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെർട്ടർ വയറിംഗ് ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് അതിന്റെ സ്കെച്ചും ഡയഗ്രങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ്, എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ വരുന്നതെന്ന് കാണാം. അതിനുശേഷം നമുക്ക് അതിന്റെ വയറിംഗ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചുരുക്കം കൂടി നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പൊ മച്ചാന്മാരെ എന്തായാലും കൂടെ നിന്ന് ഒരു ലൈക്ക് കൂടി അടിച്ചേക്കാം, ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മച്ചാന്മാരെ, ഇതാണ് നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനോടും കൂടിയിട്ടുള്ള ഇൻവെർട്ടർ വയറിങ്ങിൻ്റെ ഒരു ഫൈനൽ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനും നമുക്ക് ലഭിക്കും. അതായത് ഈ RCCBക്കും ഈ RCCBയിലും പ്രൊട്ടക്ഷൻ ലഭിക്കും, അതേപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പക്കയായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ ആയിട്ടുള്ളൊരു സർക്യൂട്ടാണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്യാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നമ്മുടെ സുഹൃത്തുക്കൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ RCCB അതായത് ഇൻവെർട്ടറിൻ്റെ RCCB ട്രിപ്പാകണം എന്നുണ്ടെങ്കിൽ ഈ RCCB ഓണായിരിക്കണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് ചില ഇൻവെർട്ടറിൽ അത് വർക്ക് ചെയ്യുന്നില്ല, അതായത് ഇത് ഓഫായിരിക്കുന്ന കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്നില്ല. അത് കാരണം വെച്ചാൽ സൈൻ വേവ് അല്ലാത്ത ഇൻവെർട്ടറുകളിൽ അങ്ങനെ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് ഇൻവെർട്ടറിൽ മൂന്ന് ഇൻവെർട്ടറിൽ അത് പരിശോധിച്ചപ്പോൾ രണ്ട് ഇൻവെർട്ടറിൽ ഇതേപോലെ ഈ RCCB ഓഫാണ് എന്നുണ്ടെങ്കിൽ ഇത് ട്രിപ്പ് ആകുന്നില്ല, പിന്നെ ഓൺ ആണെന്നുണ്ടെങ്കിൽ ട്രിപ്പ് ആവുകയും ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഇവിടുത്തെ ന്യൂട്രൽ കോൺടാക്റ്റ് കിട്ടുന്നില്ല എന്നുള്ള സംഭവം കൊണ്ടിട്ടാണ്. അത് പ്യുവർ സൈൻ വേവ് അല്ലാത്ത ഇൻവെർട്ടറിലാണ് ആ പ്രശ്നം കണ്ടത്. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാ ഇൻവെർട്ടറിലും ആ പോരായ്മ പരിഹരിക്കാൻ പറ്റിയിട്ടുള്ള സ്കെച്ചാണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇവിടെ നമ്മളൊരു മൾട്ടി ഫംഗ്ഷൻ ടൈമർ നമ്മൾ എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്. ആദ്യം ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു, അതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ഫേസ് ന്യൂട്രൽ മെയിൻ നിന്ന് വരുന്നത്, അതായത് മീറ്ററിൽ നിന്ന് വരുന്ന ഫേസ് ന്യൂട്രൽ, അതേപോലെ തന്നെ ഫേസ് ന്യൂട്രൽ ഔട്ട്. ഈ ഔട്ടിന് ഈ ഭാഗം നമുക്ക് പുറകെ പറയാം. ഫേസ് നേരെ വന്ന് ഇൻവെർട്ടർ സെക്ഷൻ്റെ മെയിനിലേക്കും MCBയിലേക്കും അതേപോലെ തന്നെ പവർ സെക്ഷൻ്റെ MCBയിലേക്കും വരുന്നു. പവറിൻ്റെ കേസ് നമ്മൾ വിട്ടു. ഇനി ഇൻവെർട്ടർ സെക്ഷൻ്റെ മെയിനിൽ ഇൻവെർട്ടറിലേക്കുള്ള മെയിൻ ഫേസ് എത്തി. ന്യൂട്രൽ ഇതാ ഇവിടെ നിന്ന് ന്യൂട്രൽ ലിങ്കിൽ വന്നു. ആ ന്യൂട്രൽ ലിങ്കിൽ തന്നെ ഇവിടേക്ക് ന്യൂട്രൽ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ ഔട്ടായിട്ടുള്ളത് ഇൻവെർട്ടർ ഔട്ട് ഫേസ് നമ്മളിവിടെ എത്തി, ന്യൂട്രൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ ന്യൂട്രൽ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെയും, അത് റൂം 1 റൂം 2ൽ നിന്ന് വന്നിട്ടുള്ള ന്യൂട്രലുകൾ. അതേപോലെ തന്നെ ഫേസ് സപ്ലൈ നേരെ MCBയിൽ കയറി റൂം 1ലും റൂം 2ലും പോയി. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പ്രശ്നം പരിഹരിക്കണം. ഈ RCCB ട്രിപ്പ് ആയിരിക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ RCCB ട്രിപ്പാണ്, ചില കണ്ടീഷനിൽ ട്രിപ്പ് ആവില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ പോരായ്മ പരിഹരിക്കാനായിട്ട് ഇവിടെ ന്യൂട്രലിൽ നമുക്ക് പക്കയായിട്ട് കിട്ടാനുള്ള സംവിധാനമാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അതായത് ഈ പോയിന്റ് ന്യൂട്രൽ നമ്മുടെ മെയിൻ ന്യൂട്രലുമായിട്ട് കറക്റ്റായിട്ട് നമുക്ക് വരണം. അപ്പോൾ അതിനായിട്ടാണ് ഞാനിവിടെ ഒരു GICയുടെ മൾട്ടി ഫംഗ്ഷൻ ടൈമർ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പുറകെ കാണിച്ചിട്ട് എങ്ങനെയാണ് വർക്കിംഗ് വരുന്നതെന്നുള്ളത്. അപ്പോൾ അതിൽ കണക്ഷൻ കാര്യങ്ങൾ മാത്രം ആദ്യം പറഞ്ഞുതരാം. നമ്മുടെ മെയിൻ വരുന്ന ന്യൂട്രലുണ്ടല്ലോ, ആ ന്യൂട്രലിൽ നിന്ന് 15 എന്ന് പറയുന്നൊരു പോയിന്റിലേക്ക് ഒരു വയർ എടുത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ന്യൂട്രൽ ഔട്ടിൽ നിന്ന് 16 എന്ന് പറയുന്ന ടെർമിനലിലേക്ക് കൊടുക്കുക. അതിൻ്റെ അടിയിൽ ഒരു 18 ടെർമിനൽ ഉണ്ടാകും, അത് നമ്മൾ വിട്ടേക്കുക. 16ഉം 15ഉം 16ലേക്കും കൊടുക്കുക. 15ൽ ടോപ്പ് വശവും 16ൽ ന്യൂട്രലിൻ്റെ അടിവശവും കൊടുക്കുക, ഔട്ട് സെക്ഷനും കൊടുക്കുക. ഇനി A1 എന്ന് പറയുന്ന ടെർമിനലിൽ നിന്ന്, അതായത് നമ്മുടെ ഇതിലേക്കുള്ള ഒരു ഓക്സിലറി സപ്ലൈ ഉണ്ട്, ഓക്സിലറി കോൺടാക്റ്റ് A1 A2. അതിൽ A1 എന്ന് പറയുന്ന ടെർമിനലിൽ നിന്ന് നമ്മൾ നേരെ എടുത്ത് ഔട്ട് സെക്ഷൻ RCCBയുടെ ഔട്ട് സെക്ഷൻ ന്യൂട്രലിൽ കൊടുക്കുക. അതേപോലെ തന്നെ A2 എന്ന് പറയുന്ന ടെർമിനലിലേക്ക് ഫേസ് സപ്ലൈയും കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ RCCB ഓണായിരിക്കുന്ന സമയത്ത് വെച്ചാൽ ഓൺ എന്ന് പറയുന്ന കണ്ടീഷനിൽ ഈ 15ഉം 18ഉം തമ്മിലായിരിക്കും കോൺടാക്റ്റ് ഉണ്ടാകുക. നോർമലി കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 15ഉം 16ഉം NC കോൺടാക്റ്റാണ്, അതായത് നോർമലി ക്ലോസ്ഡ് ആണ്. ഇതിലേക്ക് A1 A2 എന്ന് പറയുന്ന ടെർമിനലിലേക്ക് സപ്ലൈ എത്തിക്കഴിഞ്ഞാൽ ഈ 15 16 ഓപ്പൺ ആയി പോകും.
ഓക്കെ, ഈ 15ഉം 18ഉം തമ്മിലാവും കോണ്ടാക്റ്റ്. അപ്പോൾ ഇതിൽ സപ്ലൈ RCCBയിൽ സപ്ലൈ ഇല്ലാത്ത സമയത്ത്, ഇവിടുത്തെ സപ്ലൈ കട്ടാകുന്ന സമയത്ത് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 15ഉം 16ഉം തമ്മിൽ കോണ്ടാക്റ്റ് ആവും. അപ്പോൾ ആ സമയത്ത് ന്യൂട്രൽ ഡയറക്റ്റ് ഇവിടെ എത്തും, ഈ RCCBയിലേക്കും നമ്മുടെ ലൈൻ ന്യൂട്രൽ തന്നെ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അത് വരുന്നത്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നത്, അതേപോലെ കുറച്ച് സെറ്റിങ്ങും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്യാനുണ്ട്. ഈ മൾട്ടി ഫംഗ്ഷൻ ടൈമറാണിത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, മൾട്ടി ഫംഗ്ഷൻ ടൈമറിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, അത് കാണുക. ഇതിന് വേണ്ട സെറ്റിങ് നമ്മളിതാ പുറകെ വരുന്നുണ്ട്, അപ്പോൾ ചെയ്ത് തന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഈ ന്യൂട്രൽ ഏത് സമയം ഈ RCCB ട്രിപ്പ് ആയാലും പവർ സപ്ലൈ പോയാലും ഇത് വർക്ക് ചെയ്യില്ല. ആ സമയത്ത് ന്യൂട്രൽ കോണ്ടാക്റ്റ് ഡയറക്റ്റ് ഈ ന്യൂട്രലുമായിട്ടും ഉണ്ടാവും, ഇവിടെയും കിട്ടും. ഇനി നമ്മൾ ട്രിപ്പിംഗ് എന്തെങ്കിലും സംഭവിക്കുമെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. ആ ഡൗട്ടിന് ഉള്ള പരിഹാരം നമുക്ക് ആ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. ട്രിപ്പിംഗ് ഒന്നും ആവില്ല, കാരണം ഈ RCCB സെൻസ് ആകുന്നതിനേക്കാളും ഒരു 10 മടങ്ങ് മുമ്പേ ഇവിടെ സെൻസ് ആകും. ആ സെൻസിറ്റിവിറ്റി ഇതിനേക്കാളും ഇതിൽ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ RCCB ഒരു ന്യൂട്രൽ ഷോർട്ടിങ് എഫക്റ്റ് എടുക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ടൈമിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ആ കോണ്ടാക്റ്റ് വിട്ടു പോകുന്നതുകൊണ്ട് RCCBക്ക് ആ ഒരു ന്യൂട്രലിലേക്ക് സെൻസ് ചെയ്യാൻ പറ്റില്ല. അതിന് മുമ്പ് തന്നെ ആ ഒരു വ്യത്യാസം വരും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക, എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ മച്ചാന്മാരെ, ഇനി കണക്ഷൻ കൊടുക്കേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കാണിക്കാൻ പോണേ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. സ്കിപ്പ് ചെയ്താൽ പിന്നെ ഒന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ നമ്മുടെ RCCBയുടെ ലെഫ്റ്റ് സൈഡ് ടോപ്പിലേക്കായിട്ട് നമ്മളൊരു റെഡ് വയർ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മുടെ മീറ്ററിൽ നിന്ന് വരുന്ന വയറായിട്ട് കണക്കാക്കുക. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ ആയിട്ട് മെയിൻ ഫേസ് ലൈൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡിലായിട്ട് ഒരു ന്യൂട്രൽ കണക്ട് ചെയ്യണം. അപ്പോൾ ആ ന്യൂട്രലിനോടൊപ്പം തന്നെ നമുക്ക് കണക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ന്യൂട്രലിനോടൊപ്പം തന്നെ നമുക്ക് കണക്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മൾട്ടി ഫംഗ്ഷൻ ടൈമറിൽ നിന്ന് വരുന്ന ഒരു ടൈമറിലെ 16 നമ്പർ കണക്ഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് സ്കെച്ചിൽ 15 കാണിച്ചിട്ടുള്ളത്, 15ഉം 16 ആയാലും കുഴപ്പമില്ല. അപ്പോൾ ആ 16 നിന്ന് ഞാനൊരു വയറെടുത്ത് മെയിൻ ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്യുന്നു. 15 നിന്ന് കൊടുക്കാം, നമുക്ക് 16 നിന്ന് കൊടുക്കാം. അപ്പോൾ ഞാൻ സൗകര്യം കാരണം 16 നിന്ന് എടുത്താണ് കേട്ടോ. അത് ഡയറക്റ്റ് സ്വിച്ചിങ് ആയ കാരണം 15 നിന്ന് 16 നിന്ന് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യുക. സ്കെച്ച് പ്രകാരം ചെയ്യണമായിരിക്കും ഇത്തിരി നല്ലത്, നിങ്ങൾ അത് വെച്ചിട്ട് ചെയ്യണമെന്നായിരിക്കും ഇത്തിരി ബെറ്റർ. അപ്പോൾ 16 നിന്ന് നമ്മളൊരു കണക്ഷൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഔട്ട് സൈഡിലാണ്. ഔട്ട് സൈഡിൽ ഇത് ട്രിപ്പിംഗ് ആകത്തില്ല എന്ന് കാണിക്കാനായിട്ട് ഞാനൊരു ബൾബ് കൂടി കണക്ട് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ന്യൂട്രൽ ഷോർട്ടിങ് വരുമ്പോൾ ട്രിപ്പിംഗ് ആകാൻ സാധ്യതയുണ്ടാകും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനൊരു 100 വാട്ടിൻ്റെ ബൾബ് കൂടി ഔട്ട് സൈഡ് സെക്ഷനിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ A2 ടെർമിനൽ ഉണ്ടല്ലോ, മൾട്ടി ഫംഗ്ഷൻ ടൈമറിൻ്റെ A2 ടെർമിനൽ എന്നുള്ള പോസിറ്റീവ്, അത് നമ്മൾ പ്ലസിനെ ബൾബിൻ്റെ വയറോട് കൂടിയിട്ട് നമ്മൾ ലൈനിനെ കണക്ട് ചെയ്യുകയാണ്. അതായത് നമ്മുടെ ഫേസ് സപ്ലൈ നമ്മൾ കണക്ട് ചെയ്യുകയാണ് ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ന്യൂട്രലാണ്. അപ്പോൾ ന്യൂട്രലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ A2ൽ നമുക്ക് ഫേസ് ആയി, ഇനി A1ൽ ന്യൂട്രൽ കൊടുക്കാനുണ്ട്. മൾട്ടി ഫംഗ്ഷൻ ടൈമറിൻ്റെ A1ൽ നമുക്ക് ന്യൂട്രൽ കൊടുക്കാനുണ്ട്. അതേപോലെ തന്നെ 15ലും 16 നമ്മൾ ടോപ്പിലേക്ക് കൊടുത്തു. അപ്പോൾ ഇനി 15 ന്യൂട്രൽ എടുക്കാനുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മൾട്ടി ഫംഗ്ഷൻ ടൈമർ വർക്ക് ചെയ്യാനുള്ള ന്യൂട്രൽ എടുക്കാനുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിപ്പിരിച്ചുകൊണ്ട് നമുക്ക് ഈ RCCBയുടെ ഔട്ട് സെക്ഷൻ ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്യാം. അതോടൊപ്പം നമ്മുടെ ബൾബിൻ്റെ ന്യൂട്രൽ വയർ കൂടി അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കയറ്റാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഫേസ് കൊടുത്തു, അതേപോലെ തന്നെ ഔട്ട് സെക്ഷനിലെ നമ്മൾ നേരത്തെ സ്കെച്ച് പ്രകാരം കണക്ട് ചെയ്തിട്ടുള്ള ഡയഗ്രങ്ങളും കാര്യങ്ങളെല്ലാം കൊടുത്തു. ഇനി നമുക്ക് മൾട്ടി ഫംഗ്ഷൻ ടൈമറിൻ്റെ സെറ്റിംഗ് ഉണ്ട്, അത് ഞാൻ പുറകെ കാണിച്ചു തരാം. നമുക്ക് എന്തായാലും ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ഇനി ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം വർക്കിംഗ് ആകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് ഇൻകമർ സെക്ഷനിലെ ഫേസ് ന്യൂട്രലും നേരെ സ്വിച്ച് ബോർഡിലേക്ക് കണക്ട് ചെയ്തിട്ട് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പലർക്കും ഡൗട്ട് ഉണ്ടാവും, ന്യൂട്രലി കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ട്രിപ്പിംഗ് ആകാനുള്ള സാധ്യതയുണ്ടോ, ട്രിപ്പിംഗ് ആകുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. കാരണം ന്യൂട്രലി നമ്മൾ ജമ്പ് ചെയ്തിരിക്കുകയാണല്ലോ ഈ സമയത്ത്. അപ്പം അതുകൊണ്ട് വെച്ച് നമുക്ക് ഓൺ ചെയ്ത് തന്നെ നോക്കാം, അപ്പോഴത് പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ.
അപ്പോൾ എന്തായാലും നമുക്കൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ലൈറ്റ് പറ്റിയ കാരണം ഇത്തിരി ഡാർക്കായി പോയി, ഇത് മാറ്റി വെക്കാം. അത് എന്നാലേ കറക്റ്റായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ലൈറ്റ് ഒന്ന് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് നമുക്ക് ഒന്നുകൂടി സ്വിച്ച് ഓൺ ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതേപോലെയാണ് വരുന്നത്. നമ്മുടെ ടൈമറിലേക്ക് മൾട്ടിഫംഗ്ഷൻ ടൈമറിലേക്ക് സപ്ലൈ വന്നത്, അതിൻ്റെ ഇൻഡിക്കേഷൻ വന്നിട്ടുള്ളതൊക്കെ കാണാം. അപ്പോൾ അതിന് ടൈമിംഗ് സെറ്റിങ് കുറച്ച് കാര്യങ്ങളുണ്ട്. ആ സെറ്റിംഗ് കാര്യങ്ങൾ ഞാൻ പുറകെ പറഞ്ഞുതരാം. അതിനനുസരിച്ച് വേണം നമുക്ക് കറക്റ്റായിട്ട് വരാൻ. അപ്പോൾ ഇനി നമുക്ക് RCCB ട്രിപ്പ് ആയാൽ നമുക്ക് ന്യൂട്രൽ കിട്ടുമോ എന്നുള്ള കാര്യം അറിയണം. അപ്പോൾ അതിനായിട്ട് ഞാൻ മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ RCCB ട്രിപ്പാക്കി വെച്ചിരിക്കുകയാണ്. കണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് റീഡിങ് കിട്ടും. അതായത് ബസർ അടിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ന്യൂട്രലി RCCB ഓഫായിരുന്നിട്ടും നമ്മുടെ മൾട്ടിഫംഗ്ഷൻ ടൈമറിലൂടെ ന്യൂട്രൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂട്രൽ വെച്ചിട്ട് നമുക്ക് സെക്കൻഡറി RCCB ട്രിപ്പിംഗ് ആവുകയും ചെയ്യും. മച്ചാൻ ഇവിടെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത്. നിലവിൽ ഞാൻ 10 സെക്കൻഡിലേക്ക് വെക്കാൻ പോവാണ്. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ റിലേ പിടിക്കുള്ളൂ. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം. ഈ സെറ്റിംഗ് നമ്മൾ മാക്സിമം കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുക. മൾട്ടിഫംഗ്ഷൻ ടൈമറിൻ്റെ പല ഉപയോഗമുണ്ട്. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കാണുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമ്മളിത് നേരെ എക്കയിലും കുറക്കാൻ പറ്റിയത് 2 T സെറ്റിങ്സും മാക്സിമം കുറച്ച് വെക്കുക. അതേപോലെ തന്നെ മോഡ് എയിലേക്ക് മാറ്റി വെക്കുക. എയിൽ തന്നെ വേണം വെക്കാൻ, വേറെ മാറ്റി വെക്കാൻ പാടില്ല. അപ്പോൾ ഈ രീതിയിൽ സെറ്റിംഗ് ചെയ്താൽ നമ്മുടെ ഇൻവെർട്ടർ പക്കയായിട്ട് വർക്ക് ചെയ്തോളും. ഇത് വേണ്ട, ആ പിടിക്കുന്ന ആ സെക്കൻഡിൽ തന്നെ ആക്റ്റീവ് ആവും. അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക.